മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രാഥമിക വിവരങ്ങൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് ഇൻഫർമേഷൻ തരുന്ന വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റർക്ക് ഈ പ്രാഥമികമായ അല്ലെങ്കിൽ പ്രാഥമിക വിവരങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. മെത്തേഡ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള മെത്തേഡ് എന്താണ്? പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിമുഖം. നമുക്ക് ആരിൽ നിന്നാണോ വിവരങ്ങൾ ലഭിക്കേണ്ടത്, എന്താണ് ഇൻഫർമേഷൻ തരുന്ന ഏത് വ്യക്തിയാണോ അയാളെ നമ്മൾ എന്ത് ചെയ്യുക, നേരിൽ കണ്ട് അയാളുമായി ഒരു അഭിമുഖം നടത്തുക. അഭിമുഖം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ്, അയാളിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായി ശേഖരിക്കുക. അപ്പം നമുക്ക് ഇൻഫർമേഷൻ തരുന്ന അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ നൽകുന്ന വ്യക്തിയെ നമ്മൾ പറഞ്ഞ് ഇൻഫോർമെൻ്റ് അല്ലെങ്കിൽ എന്താണ് റെസ്പോണ്ടൻ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ റെസ്പോണ്ടൻ്റ് അല്ലെങ്കിൽ ഇൻഫോർമെൻ്റ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ആ ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായി ഒരു ഇൻ്റർവ്യൂ നടത്തി അയാൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ശേഖരിക്കും. അതിന് എന്തെന്ന് പറയാം, ഡയറക്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് വിളിക്കുക. ഡയറക്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് വിളിക്കും. അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നമ്മൾ അറിയണം. മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മെറിറ്റ് ആദ്യം പറയാം. റെസ്പോൺസ് ആൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനുകളും ചോദിക്കാം. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനുകളും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. പിന്നെ ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്, നല്ല റെസ്പോൺസ് ആയിരിക്കും. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം എന്ത് ചെയ്യുക, അപ്പം തന്നെ ആൻസർ കിട്ടും അല്ലെങ്കിൽ എന്താണ് ആൻസർ അവർ തരും, ആൻസർ നമുക്കത് നൽകുന്നു. അപ്പോൾ ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്. ഹൈ ആക്യുറസി ആണ്. ആക്യുറസി എന്താണ്, കൂടുതലാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായിട്ട് ഇറങ്ങി എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ നൽകുന്ന ആളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ നൽകുന്ന എന്താണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫാക്റ്റിന് എന്തുണ്ട്, ഒരു ആക്യുറസി ഉണ്ട്. അതിന് റിലയബിലിറ്റി കൂടുതലാണ്. എന്താണ്, വിശ്വസനീയമാണ്. എന്താണ് അവർ നൽകുന്ന ഇൻഫർമേഷൻ എന്താണ്, വിശ്വസനീയമാണ്. അവർ നൽകുന്ന ഇൻഫർമേഷൻ എന്താണ്, വിശ്വസനീയമാണ്. അത് കണക്കിന് എന്താണ്, നമുക്ക് ഇതിൻ്റെ ഡീമെറിറ്റ് ഉണ്ട്. എന്തിന് മെറിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തുണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. മോർ എക്സ്പെൻസീവ് ആണ്. എന്താണ് മോർ എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ എന്താണ്, പണച്ചെലവുണ്ട്. കാരണം എന്താണ്, കൂടുതൽ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരുന്നു. കാരണം എല്ലായിടത്തും നമ്മൾ പോയാൽ മാത്രമേ വർക്കിംഗ് പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എന്താണ്, ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ മോർ എക്സ്പെൻസീവ് ആണ്. അങ്ങനെ മോർ ടൈം കൺസ്യൂമിങ് ആണ്. അതേ കണക്കിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെന്താണ് ഇൻ്റർവ്യൂ നടത്തുവാനുള്ള ആളെ എന്ത് ചെയ്യാനുള്ള സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ തെറ്റായി നമുക്ക് തരുവാൻ അവരെന്ത് ചെയ്യുക, സ്വാധീനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പോസിബിലിറ്റി ടു ഇൻഫ്ലുവൻസ് റെസ്പോണ്ടൻ്റ് അല്ലെങ്കിൽ ഇൻഫോർമെൻ്റ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെറിറ്റും ഡീമെറിറ്റും. അപ്പോൾ ഈ മെറിറ്റും ഡീമെറിറ്റും നമ്മൾ എന്ത് ചെയ്യണം, മിനിമം മൂന്നെണ്ണം വെച്ച് അതിൻ്റെ അറിഞ്ഞിരിക്കണം. പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിമുഖം. അപ്പോൾ നമുക്ക് ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അവരുമായി ഒരു ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇൻ്റർവ്യൂ നടത്തുക. ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അവരിൽ നിന്നൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നടത്തി എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ശേഖരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയും. രണ്ടാമത്തേതെന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ടെലഫോണിക് ഇൻ്റർവ്യൂ. ടെലഫോൺ വഴി എന്താണ്, ടെലഫോൺ അഭിമുഖത്തിലൂടെ. അവിടെ എന്താണ് നടക്കുന്നത്, നമുക്ക് ഇൻഫർമെൻ്റ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിനെ നമ്മൾ ഏതുവഴി കോൺടാക്ട് ചെയ്യും, ടെലഫോണിലൂടെ കോൺടാക്ട് ചെയ്യും. ഓവർ ദ ടെലഫോൺ അല്ലെങ്കിൽ ത്രൂ ദ ടെലഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് ചോദിച്ച് മനസ്സിലാവും. അതെന്താണ്, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല, നമുക്ക് കൂടുതൽ ഇതില്ല. ഫോൺ ചാർജ് ചെയ്യേണ്ട പൈസ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യും. പിന്നെ ഹൈ റെസ്പോൺസ് റേറ്റ്. ഇവിടെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ് റെസ്പോൺസ് റേറ്റ്. ആ റെസ്പോൺസ് നമുക്ക് അറിയാം. ടെലഫോണിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം റെസ്പോൺസ് നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ റിലയബിലിറ്റി കുറവാണ്. അപ്പോൾ അതിന് ഡീമെറിറ്റ് നമ്മൾ പറയുമ്പോൾ റിലയബിലിറ്റി, ഫോണിലൂടെയാണ് അവർ തന്നത്, നമ്മൾ ഡയറക്റ്റ് ചെയ്തില്ല. പിന്നെ അവരുടെ എന്താണ് എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ എന്താണ് അവർ സംസാരിക്കുന്ന രീതിയും നമുക്ക് വാച്ച് ചെയ്യപ്പെടാൻ ഒക്കുന്നില്ല. അവർ കള്ളമാണോ പറയുന്നത് സത്യമാണോ പറയുന്നത് നമുക്ക് വാച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. അതേ കണക്ക് തന്നെ അവിടെയും എന്ത് ചെയ്യുക, ലെസ് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട്. മുൻകൂറായിട്ട് മറ്റൊരാൾക്ക് പറയാം, ഇന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കരുത്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ സ്റ്റാറ്റിക്കലി തെറ്റായിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവിടെ എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കാം. പക്ഷേ ലെസ് ഇൻഫ്ലുവൻസ്, ഫോണിൽ കോൺടാക്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഏരിയ ബേസിൽ എടുക്കുന്ന കണക്കല്ല ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്മൾ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്, ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്, പിന്നെ എന്താണ് ഹൈ റിലയബിലിറ്റി നമുക്ക് പറയാനൊക്കത്തില്ല, ആവറേജ് റിലയബിലിറ്റി ആണ്. അതേസമയം ഡീമെറിറ്റ് എന്തൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും എക്സ്പ്രഷൻസോ അവരുടെ എന്താണ് അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ വാച്ച് ചെയ്യപ്പെടാൻ ഒക്കുന്നില്ല, അവരെ ചെയ്യാക്കുന്നില്ല. പിന്നെ എന്താണ് പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ്, ഇൻഫോർമെൻറ്റിന് എന്ത് ചെയ്യപ്പെടും, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ടെലഫോണിക് ഇൻ്റർവ്യൂ ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് ടെലഫോൺ വഴിയുള്ള അഭിമുഖം. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെയിൽഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് ദാതാവിൽ നിന്നും തപാൽ മുഖേന
എന്താണ് തപാൽ മുഖേന നമ്മൾ എന്ത് ചെയ്യുക ഒരു ചോദ്യാവലി തയ്യാറാക്കി അയക്കുക. നമ്മളറിയാല്ലേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുക തപാൽ മുഖേന ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കുക. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒരു റിപ്പോർട്ട് ഒരു വിവരശേഖരണം നടത്തുക. അപ്പോൾ ഈ തപാൽ മുഖേനയുള്ള ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ തപാൽ മുഖേന നമ്മൾ അയക്കുമ്പോൾ അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ മെയിൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കത്തിടപാട് നടത്തി നമുക്ക് എന്ത് ചെയ്യുക വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ കത്തിടപാട് നടത്തുമ്പോൾ അതിന് മെറിറ്റുമുണ്ട് ഡീമെറിറ്റുമുണ്ട്. അപ്പോൾ മെറിറ്റുകൾ എന്തൊക്കെയാണ്? ലെസ് എക്സ്പെൻസീവാണ്. എന്താണ് വളരെ കുറച്ച് എക്സ്പെൻസീവ് മാത്രമേ ആകുന്നു. അതേസമയം ലെസ് എക്സ്പെൻസീവ് ആണ്. അതേസമയം അടുത്തതെന്ന് പറഞ്ഞാൽ റിമോട്ട് ഏരിയകളിൽ എന്താണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതേ നടത്തക്കണം. അല്ലാതെ നമുക്ക് പോയി വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ അതേണക്കുള്ള അവിടെ എവിടെയെങ്കിലും ദ്വീപുകളിലാണ് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ, അല്ലെങ്കിൽ ലക്ഷദ്വീപിലുള്ള ദ്വീപുകളിലാണ് വിവരങ്ങൾ. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയകൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് ഏതെന്ന് പറയുന്നത് ഈ മെത്തേഡ് അതാണ് ടെലഫോൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ടെലഫോൺ അല്ലെ ഏതാണ് ക്വസ്റ്റ്യൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ മെയിലിലേക്ക് അയച്ചു കൊടുക്കുക, മെയിലായിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ കത്തിടപാട് നടത്തുകയോ ചെയ്യാം. അടുത്തത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ. നല്ല നല്ല ക്വസ്റ്റ്യനുകൾ ചോദിക്കാണ്ട് നല്ല നല്ല ക്വസ്റ്റ്യനുകൾ സെൻസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല നല്ല ക്വസ്റ്റ്യനുകൾ. നമ്മളിപ്പോൾ ഓറലായിട്ട് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള നല്ല ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യുക തപാൽ മുഖേന അയക്കുക. അപ്പോൾ അവർക്ക് ചിന്തിച്ച് ആൻസർ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടും. അവർക്ക് അവിടുത്തെ കണ്ടീഷൻ എന്താണ്, ഇപ്പോൾ എന്തൊക്കെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസറുകൾ നമുക്ക് തരാൻ. പക്ഷേ എന്താണ് ഇവിടുത്തെ ഡീമെറിറ്റുകൾ എന്ന് നേരത്തെ പറഞ്ഞ എന്താണ് റിയാക്ഷൻസ് എന്ന് വെച്ചാൽ അവരുടെ മുഖഭാവമോ അവരുടെ എന്താണ് അവരെഴുതുന്ന സത്യമാണോ അല്ലെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാനൊക്കത്തില്ല. പിന്നെ ലെസ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്ത് ചെയ്യുക ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസ് ഇൻഫോർമെൻറ്റ്. പിന്നെ ലെസ് എക്സ്പെൻസീവ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ. പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളൊരു സാധനം അയച്ച് ലോങ് റെസ്പോൺസ് ടൈമാണ് എന്ന് വെച്ചാൽ അവിടെ പോയി തിരിച്ചു വേണം. അപ്പോൾ എന്താണ് ടൈം കൺസ്യൂമിങ് ലോങ് റെസ്പോൺസ് ടൈമുമാണ്. അപ്പോൾ ഇത് കണക്കുള്ള കുറച്ച് പോയിന്റുകൾ 3 മെറിറ്റുകൾ 3 ഡീം. അപ്പോൾ എന്താണ് മൂന്നാമത്തെ പോയിന്റ്? മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണ് അല്ലെങ്കിൽ തപാൽ മുഖേന നമ്മൾ അയക്കുന്നത്. തപാൽ മുഖേന അയക്കുമ്പോഴുള്ള ഇതെന്താണ് ലെസ് എക്സ്പെൻസീവ് ആണ്, വളരെ പണം കുറവാണ്. കാരണം അറിയില്ല നമുക്കൊരു പോസ്റ്റ് അയക്കാൻ വളരെ കുറച്ച് കാശ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ പോസ്റ്റ് അയക്കാൻ വളരെ കുറച്ച് കാശ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂമിങ് ലോങ് റെസ്പോൺസുമാണ്. പെട്ടെന്നൊരു അത്യാവശ്യം നമ്മൾ സ്റ്റാറ്റിക്കൽ സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക തപാൽ മുഖേനയുള്ള മെത്തേഡ് നമുക്ക് ഒരിക്കലും അവൈലബിൾ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യരുത്. ആ ഒരു മെത്തേഡ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. അത് നമ്മൾ പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വ്യക്തിപരമായ അഭിമുഖങ്ങളിൽ ചൂസ് ചെയ്യുക. ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തുക. ടെലിഫോൺ വഴിയുള്ള ഇൻ്റർവ്യൂ നടത്തി അതിനുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഇനി ഇവിടുത്തെ വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റിടത്തൊന്നും ഉപയോഗിക്കാതെ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ തപാൽ മുഖേന ഉപയോഗിക്കുവാൻ സാധിക്കും. പിന്നെ ഇവിടെ റിയാക്ഷൻ നേരത്തെ പറഞ്ഞ കാര്യം റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്. ആ എന്താണ് ദാതാവ് നമ്മൾ അയച്ച ഇൻഫർമേഷൻ തരുന്ന വ്യക്തിയുടെ റിയാക്ഷൻസ് അയാളുടെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. അടുത്ത 4ാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ 4ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓറൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഓറൽ എന്ന് പറയുന്നത് വ്യക്തിപരമല്ല, നമ്മൾ കളക്ട് ചെയ്യേണ്ട വ്യക്തി അല്ലാതെ നമ്മൾ മറ്റൊരാളെ വിട്ട് ഞാനാണ് ഇൻവെസ്റ്റിഗേറ്റർ എങ്കിൽ ഞാനല്ല എനിക്ക് വേണ്ടി സഹായിക്കാൻ മറ്റൊരാളുണ്ട് അയാളാണ് ഡയറക്റ്റ്ലി പറയുന്നത് എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ എന്യൂമറേറ്ററും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഇറങ്ങി ചെയ്യാനൊക്കാത്ത കാര്യം എന്യൂമറേറ്ററെ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക വ്യക്തിപരമായി ഞാൻ ഇറങ്ങാതെ മറ്റൊരാളെ കൊണ്ട് എനിക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് ഞാൻ ഡേറ്റ കളക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഡേറ്റ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാം. ഡേറ്റ എന്ത് ചെയ്യുക അവിടെ നിന്ന് കളക്ട് ചെയ്യുക. ഈ രീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്യൂമറേറ്റർ അടുത്ത വണ്ണം ഏതാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്യൂമറേറ്റർ ഇൻഫോർമെൻ്റ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റ്. അപ്പോൾ ഇൻഫോർമെൻ്റ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഇൻവെസ്റ്റിഗേറ്റർ അല്ല, എന്യൂമറേറ്റർ ആണ്. ഈ എന്യൂമറേറ്റർ കിട്ടുന്ന റിപ്പോർട്ടുകൾ അയാൾ ആരൊക്കെ ഏൽപ്പിക്കുന്നു? ഇൻവെസ്റ്റിഗേറ്ററെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇതെന്താണ് മോർ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കാൻ എന്താണ് ഇതിൽ കൂടുതൽ പോയിന്റുകളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. മോർ ടൈം കൺസ്യൂമിംഗ് ആണ്. ടൈം കൺസ്യൂമിംഗ് എന്താണ് റിലയബിലിറ്റി വളരെ റിലയബിലിറ്റി കൂടുതലാണ്. റെസ്പോൺസ് ടൈം എന്താണ് കൂടുതലാണ്. പക്ഷേ റെസ്പോൺസിൻ്റെ റേറ്റ് എന്താണ് റെസ്പോൺസ് ഹൈ റെസ്പോൺസ് ആയിരിക്കും. കാരണം എന്താണ് എന്യൂമറേറ്റർ തൻ്റെ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ അയാൾ എന്താ റെസ്പോൺസ് റേറ്റ് വളരെ കൂടുതലാണ്. അടുത്തൊരു 4ാമത്തെ അല്ലെങ്കിൽ ഇപ്പോൾ 4ാമത്തെ ടോപ്പിക് കഴിഞ്ഞു. 5ാമത്തെ ടോപ്പിക് നമ്മൾ കുറച്ച് ടോപ്പിക്കുകളെ ചേർത്താണ് പറയുന്നത്. ലോക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് കമ്പനിയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ഏജൻസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഒരു ലോക്കൽ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏജൻസി ഏൽപ്പിക്കുകയാണ്. എന്താണ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ എന്യൂമറേറ്റർ ഒരു ലോക്കൽ ഏജൻസിയുടെ സഹായം തേടുകയാണ് അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫോർമെൻറ്റ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഒരു ലേഖകൻ ഒരു ഏരിയ ബേസ്ഡ് ആണെങ്കിൽ ഒരു ലേഖനം പത്രലേഖകനാണ് അയാളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യും. ഇവിടെ ഇന്ന പത്രങ്ങൾ വാങ്ങുന്ന എത്ര പേരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ ന്യൂസ് പേപ്പർ ഒരു ഏരിയ ബേസ് എടുക്കുകയാണ്. ഇപ്പോൾ പിരപ്പങ്കോട് ഏരിയ എന്നൊരു ഏരിയ ബേസ് എടുക്കുകയാണ്. അവിടെ എത്ര പത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മലയാള മനോരമ എത്ര, മാതൃഭൂമി എത്ര, ദേശാഭിമാനി എത്ര, അങ്ങനെയുള്ള ഓരോ പത്രങ്ങളും എത്ര എണ്ണം ഉണ്ടെന്ന് അവിടെ നമ്മൾ ആ
ഒരു ഏരിയ ബേസിലുള്ള വ്യക്തിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ആ ഏരിയയിൽ ബേസിലുള്ള വ്യക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് സഹായം തേടാം. അയാളൊരു എന്താണ് ലോക്കൽ റിപ്പോർട്ട് നൽകുന്ന വ്യക്തിയാണ്. അപ്പോൾ ലോക്കൽ റിപ്പോർട്ടിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലോക്കൽ ഏജൻസിയെ ഏൽപ്പിക്കും, അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇത് റിലയബിലിറ്റി കുറവാണ്, വലിയ ഉറപ്പൊന്നുമില്ല നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, റിലയബിലിറ്റി കുറവാണ്. പക്ഷേ റെസ്പോൺസ് പെട്ടെന്ന് കിട്ടും. കാരണം അയാൾ എന്താണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഇറങ്ങി വർക്ക് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ എന്ത് ചെയ്യാം, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക്, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിക്ക് കൂടുതൽ ആൾക്കാരുണ്ട്, കൂടുതൽ ഇതുണ്ട്, കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്, അവർക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എന്ത് ചെയ്യാം, നമ്മളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റിഗേറ്റർക്ക് നൽകുവാനുള്ള സാധ്യത കൂടുതലാണ്. ടൈം കൺസ്യൂമിംഗ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. മറ്റതുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഓറലി ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഇറങ്ങി ഡയറക്റ്റ് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് എഫർട്ട് ഇടുന്നതിനേക്കാൾ എഫർട്ട് കുറവാണ് ഏതിന്, നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു ലോക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഏജൻസി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഏജൻസി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ പഠിച്ച 5 മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിപരമായ അഭിമുഖം. ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ ശേഖരിക്കേണ്ടത്, ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത്, അവരിൽ നിന്ന് എന്ത് ചെയ്യും, ഡയറക്റ്റ് നമ്മൾ ഇൻഫർമേഷൻ ശേഖരിക്കും. രണ്ടാമത്തെ ടെലഫോണിക് കോൺവെർസേഷൻ അല്ലെങ്കിൽ ടെലഫോണിക് ഇൻ്റർവ്യൂ, ടെലഫോൺ അഭിമുഖം. ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, ആ ഇൻഫോർമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ടെലഫോണിലൂടെ, ഓവർ ദ ടെലഫോണിലൂടെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. മൂന്നാമത്തെ മെയിൽഡ് ക്വസ്റ്റ്യനെയർ. മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചാൽ എന്താണ്, കത്തിടപാടുകളിലൂടെ ദാതാവ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നൽകുന്ന ഇൻഫോർമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും കത്തിടപാടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇത് മൂന്നുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നാലാമത്തത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻഫർമേഷൻ കളക്ഷൻ. ഇൻഡയറക്റ്റ് ഓറൽ എന്ന് വെച്ചാൽ ഡയറക്റ്റായി ഇറങ്ങാതെ, ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായി ഇറങ്ങാതെ എന്യൂമറേറ്റർ ഇറങ്ങി എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യും. അഞ്ചാമത്തത് കുറേ ടോപ്പിക്കുകൾ ഒരുമിച്ച് ലോക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ലോക്കൽ ഏജൻസിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂസ് റിപ്പോർട്ടറിൻ്റെ എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ഒരു ലേഖകൻ കാണത്തില്ല, അങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും സ്റ്റഡീസ് പർപ്പസിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്താ ഒരു സ്റ്റാറ്റിക്കൽ സർവേ അല്ലെങ്കിൽ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യാം, വിവരശേഖരണം നടത്തുവാൻ സാധിക്കുന്നു.